ശത്രുക്കൾ എന്ന് വലിയ കാവലുണ്ടാവാൻ, ശത്രു മിത്രങ്ങളായി ചേരാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. ശത്രുക്കൾ മിത്രങ്ങളായി ചേരാൻ, അവരിൽ നിന്ന് വലിയൊരു സംരക്ഷണം ഉണ്ടാവാൻ ഇൻഷാ അല്ലാഹ് 2 ദിക്റുകൾ. ശത്രു നിന്റെ കാലിൽ വന്നു വീഴും. അങ്ങനെയുള്ള 2 ദിക്റുകൾ ഇൻഷാ അല്ലാഹ്. ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശത്രുവിന്റെ മിത്രമായി മാറും. ശത്രുവിന്റെ കാലിൽ വന്ന് വീഴുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഏതാണ് ആ ദിക്ർ നമുക്കൊന്ന് പഠിച്ചാലോ? ഏതാണ് ആ 3 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പഠിച്ച് അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശത്രുക്കൾ നിന്റെ മിത്രമാവാൻ, ശത്രുക്കളിൽ നിന്ന് വലിയൊരു കാവലുണ്ടാവാൻ, ശത്രുക്കൾ നിന്റെ കാലിൽ വന്നു വീഴാൻ, പൊരുത്തപ്പെട്ട് നിന്റെ കാലിൽ വന്ന് നിന്റെ ശത്രു വീഴുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ച 2 ദിക്റുകളും 3 കാര്യങ്ങളും. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഏതു വലിയ കൊടികുത്തിയ ശത്രുവാണെങ്കിലും, ഏതു വലിയ ഭീകരമായിട്ടുള്ള ശത്രുവാണെങ്കിലും ആ ശത്രുവിന്റെ കാലിൽ വന്ന് വീഴുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ധാരാളം ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സങ്കടങ്ങൾ അറിയിക്കുന്നവരുണ്ട്. തങ്ങളെ, ശത്രുക്കളെ കൊണ്ട് വലിയ പ്രയാസത്തിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ ഇടങ്ങേറിലാണ്. അതിൽ നിന്ന് വലിയൊരു സംരക്ഷണം ഉണ്ടാവാൻ, ശത്രുക്കളെ ശല്യങ്ങൾ ഇല്ലാതിരിക്കാൻ, അവരിൽ നിന്നൊരു പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ, ഞങ്ങൾക്കോ ഞങ്ങളെ കുടുംബത്തിനോ ആർക്കും ഇല്ലാതിരിക്കാൻ. അയൽവാസികൾ ശത്രുക്കളാണ്, കുടുംബത്തിലുള്ളവർ ശത്രുക്കളാണ്, സഹോദരങ്ങൾ പരസ്പരം ശത്രുക്കളാണ്. ആ ശത്രുതയിൽ നിന്ന് വരുന്ന ഭീകരമായിട്ടുള്ള അവസ്ഥ, സിഹർ പോലെയുള്ള പ്രയാസങ്ങൾ അവരിങ്ങനെ നിരന്തരമായി സൃഷ്ടിക്കുകയാണ്. അതൊന്നും ഇല്ലാതിരിക്കാൻ അവരൊന്ന് ഐക്യത്തിൽ വരാൻ, അയൽവാസിയൊന്ന് ഐക്യത്തിൽ വരാൻ, അല്ലെങ്കിൽ കുടുംബക്കാരൊന്ന് ഐക്യത്തിൽ വരാൻ, അല്ലെങ്കിൽ സഹോദരന്മാരൊന്ന് റാഹത്തായിട്ട് ഐക്യത്തിൽ വന്ന് ജീവിക്കാൻ. അതാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തിനാണ് ഒരാളെ നമ്മൾ ശത്രുത വെച്ചിട്ട്, എന്തിനാണ് ഒരാൾക്ക് നമ്മൾ വെറുപ്പ് സമ്പാദിച്ചിട്ട് എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? ആ ഒരു നിമിഷത്തെ സന്തോഷം മാത്രമാണ്, ഒരു നിമിഷത്തെ സന്തോഷം മാത്രമാണ്. വെറുപ്പുണ്ടാക്കി, അതായത് ഒരാളുടെ ഉയർച്ചയുടെ മേൽ അസൂയ വെച്ച് വെറുപ്പുണ്ടാക്കുന്ന, ശത്രുത വെക്കുന്നവർ, ആ ശത്രുക്കളിൽ നിന്നൊക്കെ വലിയ കാവലുണ്ടാവാൻ ഈ ഒരു ദിക്റിനെ മുറുകെ പിടിച്ചാൽ മതി. നിങ്ങൾ വേറൊരു കാര്യങ്ങൾ ചെയ്യണ്ട, വേറൊരു കാര്യം ചെയ്യണ്ട. ഈ ദിക്റ് ചൊല്ലി 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 നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളെ ശത്രു ഉണ്ടാവും. അയൽവാസിയാണെങ്കിൽ അയൽവാസി, അല്ലെങ്കിൽ കൂട്ടുകാരാണെങ്കിൽ കൂട്ടുകാര്, കുടുംബക്കാരാണെങ്കിൽ കുടുംബക്കാര്, അല്ലെങ്കിൽ സഹോദരന്മാരാണെങ്കിൽ സഹോദരന്മാർ, അവരെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ചൊല്ലിയാൽ, നിത്യമാക്കി ചൊല്ലിയാൽ നിങ്ങൾക്ക് വലിയ കാവലുണ്ടാകും. ശത്രുവിൽ നിന്ന് വലിയൊരു സംരക്ഷണം ഉണ്ടാകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്റിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആത്മാർത്ഥതയോടുകൂടി ചൊല്ല്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ ദിക്ർ, ഏതാണ് ആ 3 കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ഇൻഷാ അല്ലാഹ് വലിച്ചു നീട്ടി നിങ്ങളെ സമയത്തെ, നിങ്ങളെ വിലപ്പെട്ട സമയത്തെ കവർന്നെടുക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്കത് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് പറയുന്നതിന് മുമ്പ്, ആ ഒരു ദിക്ർ പറയുന്നതിന് മുമ്പ് നമ്മൾ പോയി മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം, ഇനി കൺസൾട്ടിംഗ് ഡേറ്റ്, ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മളെ മജ്‌ലിസ് കണ്ടുകൊണ്ട് വിളിച്ച് ബന്ധപ്പെടുന്ന ആളുകൾ. തങ്ങൾ പറയുന്ന ഇത്തരം പ്രയാസങ്ങളുണ്ട്, സിഹർ സംബന്ധമായ വലിയ ബുദ്ധിമുട്ടിലാണ്, പൈശാചികമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ ഇടങ്ങേറിലാണ്. ഇതിനൊക്കെ വലിയൊരു കാവലുണ്ടാവാൻ, ഇത് വലിയൊരു സംരക്ഷണം ഉണ്ടാവാൻ ഞങ്ങൾ എന്താ
എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് വിളിക്കുന്നവര്, ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവര്, ഇത്തരം പ്രയാസങ്ങളുണ്ട്, ഞങ്ങളൊന്ന് നേരിട്ടൊന്ന് കാണണമായിരുന്നു, ഇനി എന്നാണ് വീട്ടിലുണ്ടാകുക എന്ന് ചോദിക്കുന്നവര് ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ശനിയാഴ്ച ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരിക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സകലമാന പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവിനെ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ വലിയ ഹൈറ് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ വലിയ വിജയം നൽകണം അല്ലാഹ്. അള്ളാഹുവെ ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും അള്ളാഹുവെ വലിയ കാവൽ നൽകണം അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കൾക്ക് നല്ല മനസ്സിനെ കൊടുക്കണം അല്ലാഹ്. ഒരാളും ശത്രുവിനെ പരാജയപ്പെടാൻ, അവൻ നശിച്ചു പോവാൻ വേണ്ടി ഒരിക്കലും ദുആ ചെയ്യരുത്. അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പോയ സമയത്ത് കല്ലെടുത്തെറിഞ്ഞില്ലേ? അവിടുത്തെ കുട്ടികൾ അല്ലാഹുവിന്റെ റസൂലിനെ ആട്ടി ഓടിച്ചു. രക്തങ്ങൾ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി ശരീരത്തിൽ നിന്ന്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞതെന്താണ്? ഈ രണ്ട് പർവ്വതങ്ങളെ ഇടയിൽ ഞാൻ ഇവരെ നശിപ്പിക്കട്ടെ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങൊന്ന് മൂളിയാ മതി, അങ്ങൊന്ന് സമ്മതം അറിയിച്ചാ മതി. എന്താ പറഞ്ഞത്? വേണ്ട ജിബ്രീൽ, അവരെ നശിപ്പിക്കരുത്. അവരെങ്ങാനും അവരെ മനസ്സു മാറിയിട്ട് ദീനിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ റാഹത്തല്ലേ, വലിയ വിജയമല്ലേ? അതേപോലെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ സംഭവിച്ചു. അവരെല്ലാം ദീനിലേക്ക് ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങി. ഏത് ശത്രുവും ഒരു നിമിഷം അവന്റെ കൽബിലേക്ക് അവൻ ഈ ഒരു ദ്വാരന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഈ ദിക്ർ പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതൊരു ശത്രുവിന്റെ കൽബ് മാറുമെന്ന് മുഅ്മിനീങ്ങളെ. അവന്റെ ശത്രുത അവന്റെ കൽബിൽ നിന്ന് നീങ്ങുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ച അത്ഭുതകരമായിട്ടുള്ള ദുആ. ഈ ഒരു ദുആ ഈ സ്ക്രീനിൽ കൊടുക്കാം. ഈ സ്ക്രീനിൽ കൊടുക്കുന്നത് പോലെ ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്റെ കൂടെ ചൊല്ലി. അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. ഈ ഒരു ദുആ ഒന്നും കൂടി ശ്രദ്ധിച്ചോ, ഒന്നും കൂടി നോക്കിക്കോ. അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. ഒരു മൂന്ന് പ്രാവശ്യം ദിവസവും ആ ശത്രുവിനെ മനസ്സിൽ കരുതിക്കൊണ്ട്, എത്ര ശത്രു ഉണ്ടെങ്കിലും ആ ശത്രുക്കളെ മനസ്സിൽ കരുതിക്കൊണ്ട് അവരെ ഹൃദയങ്ങൾ നന്നാക്കി കൊടുക്കണം അല്ലാഹ്. അവരെ മനസ്സിൽ നിന്നും എന്നോടുള്ള ഒരു ശത്രുത അല്ലാഹുവേ നീ അകറ്റണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരു 3 പ്രാവശ്യം ദുആ ചെയ്യാം. മറ്റൊരു ദുആ കിതാബിൽ പറഞ്ഞ മറ്റൊരു ദുആ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. اللهم اكفنا بما شئت وكيف شئت إنك على كل شيء قدير. ഏതാണ് ദുആ? ഒന്നും കൂടി നോക്കിക്കോ. اللهم اكفنا بما شئت وكيف شئت إنك على كل شيء قدير. ഈ ഒരു ദുആയിനെയും ഉൾപ്പെടുത്താം. ശത്രുവിന്റെ മനസ്സിൽ നിന്നോടുള്ള ശത്രുത വിട്ടുനിൽക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഒരു ദുആഇനെ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നിങ്ങൾ ചൊല്ലി ദുആ ചെയ്താൽ ശത്രു വിട്ടു നിൽക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു അത്ഭുതകരമായിട്ടുള്ള ദുആഇനെ, ഈ 2 ദുആഇനെ ഇൻഷാ അല്ലാഹ് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ആർക്കെങ്കിലും ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ ആ ശത്രുത മാറ്റാൻ മുഅ്മിനീങ്ങളെ ശത്രുത മാറ്റുക. നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ശുദ്ധീകരിക്കുക. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ ഒരു ദിക്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിന്റെ കാൽ കവിയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നോട് പൊരുത്തപ്പെടാൻ വരുമെന്ന്. ശത്രുതെല്ലാം മാറ്റി റാഹത്താവും. അതായത് അയൽവാസികൾ തമ്മിലാണെങ്കിൽ അവർ സലാം ചൊല്ലും, എന്നിട്ട് ഐക്യത്തിലാവുന്ന മുഅ്മിനീങ്ങളെ. സഹോദരങ്ങൾ തമ്മിലാണെങ്കിൽ അവർ വന്ന് സലാം ചൊല്ലിയിട്ട് ഐക്യത്തിലാകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു. അതാണ് കാൽ കവിയുമെന്ന് പറഞ്ഞത്. കാലിൽ വീയും അവരെ ശത്രുത വിട്ടുനിൽക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയാണ്. പിന്നീട്
ആർക്കെങ്കിലും ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ, ഈ മജ്‌ലിസ് കാണുന്ന ആർക്കെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ, എന്തിനാണ് നിങ്ങൾ ഒരാളോട് ശത്രുത വെച്ചിട്ട് എത്ര കാലത്തോളം നമ്മളൊക്കെ മരിച്ചു പോകേണ്ടതാണ്. മണ്ണിനോട് അലിയേണ്ട ശരീരങ്ങളാണ്. എന്തിനാണ് ഈ പകകൾ വെക്കുന്നത്? എന്തിനാണ് കിബർ വെക്കുന്നത്? കിബർ എന്തിനാണ്? ഒരാളോട് പോരെന്തിനാണ്? ഒരാളോട് അസൂയ എന്തിനാണ് വെക്കുന്നത്? ഒരാളോട് ദേഷ്യം, അതായത് ശത്രുത എന്തിനാണ് വെക്കുന്നത്? എന്തിനാണ് വെക്കുന്നത്? ഒരു കാര്യമില്ല. നമ്മളൊക്കെ മണ്ണിനോട് അലിയേണ്ട ശരീരങ്ങളാണ്, മണ്ണിനോട് ലയിച്ചു ചേരേണ്ട ശരീരങ്ങളാണ്. ആ ഒരു ബോധം നമുക്ക് എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മളെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഒരാളോട് നമുക്ക് ശത്രുത ഉണ്ടാവില്ല. നമ്മളെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കാൻ മഹത്തുക്കൾ പറഞ്ഞ ഇൻഷാ അല്ലാഹ് 3 കാര്യങ്ങൾ. എപ്പോഴും സ്വാലിഹീങ്ങളോടുകൂടി, നല്ല ആളുകളോടുകൂടി, സജ്ജനങ്ങളോടുകൂടി സഹവസിച്ചാൽ നമ്മളെ ഹൃദയങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. നമ്മളെ കൽബിന് അത് വലിയൊരു മാറ്റം സൃഷ്ടിക്കുമെന്ന്, നമ്മളെ സ്വഭാവത്തിൽ, നമ്മളെ പെരുമാറ്റത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയാണ്. സ്വാലിഹീങ്ങളോട് എപ്പോഴും പെരുമാറ്റം. അപ്പൊ നമുക്ക് ഒരാളോട് ശത്രുത ഉണ്ടാവില്ല, ഒരാൾക്ക് നമ്മോടും ശത്രുത ഉണ്ടാവില്ല, നമ്മോടൊരാൾക്കും ശത്രുത ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം ഖുർആനിന്റെ പാരായണമാണ്. ഖുർആനിന്റെ പാരായണം എപ്പോഴും ഖുർആൻ പാരായണം ചെയ്യാം. ഖുർആൻ എപ്പോഴും പാരായണം ചെയ്യാം, ഏത് സമയത്തും സദാസമയത്തും. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹൃദയങ്ങൾ തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. മലീനസമായിട്ടുള്ള ചിന്തകളെ കൊണ്ട് നമ്മളെ ഹൃദയങ്ങൾ തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. ആ തുരുമ്പിനെ, ഒരു ഇരുമ്പിന് തുരുമ്പ് പിടിച്ചാൽ എപ്രകാരമാണോ, മഹത്തുക്കൾ പറയാണ്, ഒരു ഇരുമ്പിന് തുരുമ്പ് പിടിച്ചാൽ എപ്രകാരമാണോ നമുക്ക് കഴുകി ശുദ്ധീകരിക്കേണ്ടത് അപ്രകാരം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്താൽ നമ്മളെ ഹൃദയങ്ങൾ ശുദ്ധിയാകുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്യാൻ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്താൽ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കും, ശുദ്ധമാകും. പിന്നെയുള്ള നല്ല സ്വാലിഹീങ്ങളോടുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല മജ്‌ലിസിൽ പങ്കെടുക്കുക. ഈ സയ്യിദിയ മജ്‌ലിസ് പോലുള്ള വലിയ മജ്‌ലിസ്, ദിക്ർ ചൊല്ലുന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മജ്‌ലിസുകളിൽ പങ്കെടുക്കേണ്ട മുഅ്മിനീങ്ങളെ പങ്കെടുക്കുക. പിന്നെ 3ാമത്തെ കാര്യം തഹജ്ജുദ് സ്ഥിരമാക്കുക. അതൊരു ലയനാണ് നിങ്ങളെ. നമ്മളെ ഹൃദയങ്ങൾ ശുദ്ധിയാവാൻ, നമ്മളെ മനസ്സ് ശുദ്ധിയാവാൻ അതൊരു ലയനമാണ്. നിസ്കാരം എന്ന് പറയുന്നത് നമ്മളെ ഹൃദയങ്ങൾ അത് ശുദ്ധീകരിക്കും. നമ്മളെ മനസ്സിൽ വലിയൊരു തഖ്വയുണ്ടാകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു 3 കാര്യങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അതിന് അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഈ 2 ദിക്ർ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ എപ്പോഴും പ്രാവർത്തികമാക്കുക. ഒരു 3 പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ എന്റെ ശത്രു ആരാണോ അവനെ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ദിക്റിന് ഇൻഷാ അല്ലാഹ് പതിവാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നിഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മളെ 5:45 സയ്യിദിയ മജ്‌ലിസ് ഈ ഒരു മജ്‌ലിസിൽ തന്നെ ഇൻഷാ അല്ലാഹ് ദിക്ർ ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന വലിയ മജ്‌ലിസ് എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.